Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഫിനിഷ് ചെയ്തു. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ട് വരും മാർജിനൽ കോസ്റ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നമുക്ക് അതിന്റെ ഇൻട്രോ ഇന്ന് നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, ദെൻ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ കൂടുതൽ കവർ ചെയ്യാനുള്ള. നല്ലൊരു ഫോളോ അപ്പ് നിങ്ങൾക്ക് വേണ്ടി വരും. എക്സാമിനാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഡെയിലി 12 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസിലോട്ട് പോവാം. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് അസിസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് എൻ എയ്ഡ് ടു മാനേജർ ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ ഒരു ഓർഗനൈസേഷനിൽ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കുന്ന കാര്യങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പൊ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, എന്താണ് മാർജിനൽ കോസ്റ്റ് നമുക്കറിയണം. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും അല്ലാത്ത സെയിൽസ്, എന്താണ് പറയാ, ലാഭവും നഷ്ടവും അല്ലാത്ത സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് 1 lakh rupees സെയിൽസ് 1 lakh rupees സെയിൽസ് നടത്തിയാൽ മാത്രമേ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്തൊരു പോയിന്റ് ആണ് 1 lakh rupees. സോ സ്ഥാപനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, 1 lakhനേക്കാൾ കൂടുതൽ സെയിൽസ് നടത്തിയാൽ മാത്രമേ സ്ഥാപനത്തിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണിത് BEP, ബ്രേക്ക് ഇവൻ പോയിന്റ്, ബ്രേക്ക് ഇവൻ സെയിൽസ്. ഓക്കെ, സോ ഈ ഒരു കാര്യം മാനേജർക്ക് എപ്പോഴും എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അറിയേണ്ടി വരും. ഇനി ഇതേപോലെ അറിയേണ്ട വേറൊരു കാര്യമാണ്, ഈ സ്ഥാപനത്തിന് ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 ആണ്. ഇനി ഈ സ്ഥാപനത്തിന് 20,000 ആണ് ഇപ്പോഴത്തെ പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് ഒരു 40,000 ആയിട്ട് കൂട്ടണം. നമുക്ക് സ്ഥാപനത്തിന് 20 ഉള്ളത് 40 ആക്കണം. എങ്കിൽ എത്രത്തോളം സെയിൽസ് നമ്മൾ നടത്തേണ്ടി വരും, എത്രത്തോളം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ പിന്നെ നമുക്കറിയേണ്ട വേറെ കുറച്ച് തീരുമാനങ്ങളിൽ ഒന്നാണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ പുറമേ നിന്ന് മേടിക്കണോ, മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഇങ്ങനെ മാനേജേഴ്സിന് പലപ്പോഴും പല ഡിസിഷൻസും എടുക്കേണ്ടി വരും ഡേ ടു ഡേ ലൈഫില് സ്ഥാപനത്തിന് ഒരു എഡ്ജ് കിട്ടാൻ. ഇങ്ങനെയുള്ള എല്ലാ ഡിസിഷൻസിനും നമ്മളെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദി ഏർലിയർ ടൈം നമ്മൾ ഫോളോ ചെയ്ത ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ടെക്നിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. എന്താണ് പറയാ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ഫോളോ ചെയ്ത ടെക്നിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? ആക്ച്വലി അബ്സോർപ്ഷൻ കോസ്റ്റിംഗിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തിട്ട് വന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. സോ നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ടോട്ടൽ കോസ്റ്റിൽ ബ്രേക്ക് ഡൗൺ വരുന്നത്? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 2 ടൈപ്പ് കോസ്റ്റ് ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. നമ്പർ 1 ഫിക്സഡ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. നമ്പർ 2 വാരിയബിൾ കോസ്റ്റ്. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. സോ ഇനി ടോട്ടൽ കോസ്റ്റ്, അപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4 rupees, അതിന്റെ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6 rupees. സോ ടോട്ടൽ കോസ്റ്റ് എത്രയായി, 10 rupees. ദെൻ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്ത് 12 rupees സെയിൽസിന് സെയിൽ ചെയ്യാണ്. സെല്ലിംഗ് പ്രൈസ് 12. സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇൻ ദി ഏർലിയർ ടൈം
അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കൺസെപ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗില് നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിന് പോകുമ്പോ ടോട്ടൽ കോസ്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? ടോട്ടൽ കോസ്റ്റ് ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫിക്സഡ് കോസ്റ്റിനെയും വാരിയബിൾ കോസ്റ്റിനെയും രണ്ടിനെയും ഒരേപോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ. ബട്ട് ഇൻ ദി കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ എടുക്കുന്നത് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന എലമെന്റിനെ മാത്രമാണ്. എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. സോ ഇൻ ദി കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്, ഫിക്സഡ് കോസ്റ്റിനെ എടുക്കുന്നില്ല. ഇൻ ദി കേസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ആദ്യത്തെ കോസ്റ്റിംഗ് ടെക്നിക് ആണ്, അവിടെ വി ആർ കൺസിഡറിംഗ് ബോത്ത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ, ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ലിമിറ്റ് അല്ലെങ്കിൽ ഇതിന് അത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ആ ലിമിറ്റേഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എടുക്കുന്നതിന് പകരം മാർജിനൽ കോസ്റ്റിംഗില് വാരിയബിൾ കോസ്റ്റ് എടുക്കാനുള്ള കാരണം? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ മാർജിനൽ കോസ്റ്റിംഗിന്റെ റെലവൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. സോ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ആണ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വാരിയബിൾ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് ഒരു എക്സാമ്പിൾ എന്താണ്? ഫിക്സഡ് കോസ്റ്റ്, ഇപ്പൊ ഞാനൊരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ. അപ്പോ ആ വാടക എന്ന് പറയുന്നത് 5000 രൂപയാണ് ആ ഒരു സ്പേസിന് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ നേച്ചർ അല്ലെ? അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേ? 5000 രൂപ, 5000 റുപ്പീസ് റെന്റ് ആണ്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ 5000 റുപ്പീസ് അടയ്ക്കേണ്ടി വരും. ഞാൻ ആ ഒരു റൂം എടുത്തിട്ട് അവിടെ ഒരു 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഞാൻ പ്രോഡക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഐ മസ്റ്റ് വാണ്ട് ടു പേ 5000 റുപ്പീസ് ബിക്കോസ് ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ നേച്ചർ. ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്. സോ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ഇൻ നേച്ചർ. എന്താണ് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ഇൻ നേച്ചർ. ഓൺ ദി അതർ ഹാൻഡ്, അപ്പോ ഇവിടെ 5000 റുപ്പീസ് ആണെന്ന് പറഞ്ഞു. നമുക്ക് അതിനെ തൗസൻഡ് ഒമിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ 5 എന്ന് പറഞ്ഞു. ഞാനൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് ആണെന്ന് വിചാരിക്കല്ലെങ്കിൽ, അപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഒരു 7 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. 7 രൂപ കേട്ടോ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. സോ അവിടെ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? 12 റുപ്പീസ് വന്നു. ദെൻ ഇതിന്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് കിട്ടാണ്. ഇനി ഞാനിപ്പോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് ആണ്. എത്രയാണ്? 100 യൂണിറ്റ് ആണ്. എങ്കിൽ ഞാൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് ആണെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരാം? 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 100 × 12 1200 ആയിരിക്കും നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആണല്ലോ? ടോട്ടൽ കോസ്റ്റ് 100 × 12 1200. ഇനി ഞാൻ 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. 101ാമത്തെ യൂണിറ്റ് അഡീഷണൽ ടു ടോട്ടൽ യൂണിറ്റ്. ഇപ്പൊ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ 1 യൂണിറ്റ് കൂടി അഡീഷണൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. എങ്കിൽ എനിക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? ഞാൻ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോ 100 × 12 1200. ഓക്കെ. ബട്ട് ഞാൻ 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും എനിക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്? അതാണ് ചോദ്യം. അപ്പോ ഇൻ ദി ഏർലിയർ ടൈം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ടെക്നിക് ആണെങ്കിൽ അവിടെ ചെയ്യാറെന്താ? 101ന്റെ കൂടെ ഇൻടു 12 ചെയ്യും. ബിക്കോസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗില് ദേ ആർ കൺസിഡറിങ് ടോട്ടൽ കോസ്റ്റ്. അപ്പൊ 101 × 12 അതായിരിക്കും ചെയ്യാം അല്ലേ? ബട്ട് in the case of marginal costing they are considering only variable cost. എന്തു മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ? 7 വാരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്തുകൊണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ചേഞ്ച് ഇല്ല.
നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. സോ 100 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇതെന്തായാലും അടയ്ക്കണം. ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ. ഇനി 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? വാരിയബിൾ കോസ്റ്റ് മാത്രമായിരിക്കും അല്ലേ? ബിക്കോസ് 5000 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 5 രൂപ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞതാണ്. ഇതിപ്പോ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഈ പറയുന്ന 5000 ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ അഡീഷണൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ വരുന്നത് ഏത് മാത്ര? വാരിയബിൾ കോസ്റ്റ് മാത്ര. അപ്പൊ ഇപ്പോ 1200 എന്ന് പറയുന്നുണ്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. സോ 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി 1200 പ്ലസ് 7 രൂപ 1207 രൂപയായിരിക്കും നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്. എന്താണ് കാരണം? ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വാരിയബിൾ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് എന്താ? ഇത് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞതാണ്. അത് എന്തായാലും പേ ചെയ്യണം. ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ഇൻ നേച്ചർ. സോ ദാറ്റ് ഈസ് ദ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഒരു കാര്യമുണ്ട്. ടോട്ടൽ കോസ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കാറ്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ബിക്കോസ് എന്താ? ഇത് അൺകൺട്രോളബിൾ ആണ്. ഇതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനെ മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വാരിയബിൾ കോസ്റ്റിനെ നമ്മളിപ്പോ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മാത്രം എടുക്കുകയാണെങ്കിൽ വരും 100 യൂണിറ്റിന് 100 ഇൻറ്റു 7 700. ഇനി 200 യൂണിറ്റ് ആണെങ്കിലോ 200 ഇൻറ്റു 7 1400. അപ്പോ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അതാണ് പറയാനുള്ളത്. ഫിക്സഡ് കോസ്റ്റിന്റെയും വാരിയബിൾ കോസ്റ്റിന്റെയും ഒരു ഡിഫറൻസ് ആണ് നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത്. എന്താണ്? ഫസ്റ്റ് ഫിക്സഡ് കോസ്റ്റ്, രണ്ടാമത് വാരിയബിൾ കോസ്റ്റ്. ഞാൻ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോ വാരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 7 ആണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പൊ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 100 ഇൻറ്റു 7 ദെൻ എന്താണ് 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 200 ഇൻറ്റു 7. അപ്പൊ ഇവിടെ 700 വന്നു, ഇവിടെ 1400 വന്നു. അപ്പൊ ഇവിടെ എന്താണ്? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ്. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ്. ബട്ട് വാരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വാരിയബിൾ കോസ്റ്റിന്റെ ടോട്ടല് മാറിക്കൊണ്ടിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്, ഇപ്പൊ ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് 5 ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 രൂപയാണ് നമുക്ക് വരുന്നതെങ്കിൽ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റിൽ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ടോട്ടൽ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇപ്പൊ ഫിക്സഡ് കോസ്റ്റിന്റെ എമൗണ്ട്, ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ എമൗണ്ട് നോട്ട് പെർ യൂണിറ്റ് 5000 റുപ്പീസ് ആണെങ്കിൽ 5000 റുപ്പീസ് ആണെങ്കിൽ 100 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണേ എങ്കിൽ 100 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണേ എങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രയാണ് വരിക? 50 രൂപയാണ് വരിക അല്ലെ? നമ്മള് 5000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് 50 രൂപ. ഓക്കെ, ഇനി നമ്മള് ഇത് 1000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഇരിക്കുക. 1000 യൂണിറ്റ് ആണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 5000 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എത്രയാണ്? 5 രൂപയായിട്ട് കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്തുണ്ടാണ്? ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടല് എപ്പോഴും സെയിം ആയിരിക്കും. ബട്ട് ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ യൂണിറ്റ് 100ൽ നിന്ന് 1000 എത്തിയപ്പോ പെർ യൂണിറ്റ് കുറഞ്ഞു. ടോട്ടൽ എപ്പോഴും സെയിം ആയിരിക്കും, പെർ യൂണിറ്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത. മനസ്സിലായോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തത് 5000 രൂപ വാടക. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്നത് 5000. സോ അവിടെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്താണ്? പെർ യൂണിറ്റ് കുറയ്ക്കാൻ സാധിക്കും. നേരെ മറിച്ച് വാരിയബിൾ കോസ്റ്റിന്റെയോ പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും.
അതിന്റെ ടോട്ടൽ ആണ് എപ്പോഴും എന്ത് ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുക. സോ ഇതാണ് ഫിക്സഡ് കോസ്റ്റിന്റെയും വാരിയബിൾ കോസ്റ്റിന്റെയും ഡിഫറൻസ്, മനസ്സിലാക്കണം. സോ നമ്മൾ ഇതിലോട്ട് വരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ബ്രേക്ക് ഡൗൺസില് ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്, നമുക്ക് വാരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്, അതിനെ മാറ്റി വെക്കാം. വാരിയബിൾ കോസ്റ്റിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ദാറ്റ് വാരിയബിൾ കോസ്റ്റ് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രൈം കോസ്റ്റ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ്സിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇതിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ. നമുക്ക് നെക്സ്റ്റ് പറയാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വാരിയബിൾ കോസ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മാർജിനൽ കോസ്റ്റ്. സോ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കില് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്, അതെങ്ങനെയായാലും ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കും. സോ വാരിയബിൾ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് കാണാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ. മാർജിനൽ കോസ്റ്റ്, ഇറ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ആൻ അഡീഷണൽ യൂണിറ്റ്. എന്താണ് പറയുന്നത്? It is the additional cost of producing an additional unit. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞുതരാം. Thus, marginal cost is the amount by which total cost changes when there is a change in output by one unit. എന്താണ് പറയുന്നത്? നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് വന്നത് 12 രൂപ, അങ്ങനെ 1200 രൂപയാണ് എന്റെ ടോട്ടൽ കോസ്റ്റ് എമൗണ്ട് വന്നത്. പെർ യൂണിറ്റ് 12. ഇതിന്റെ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞു വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 7 രൂപ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 5 രൂപ. ഇനി 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ എത്ര രൂപയാണ് വരാന്നുള്ളതാണ് ചോദിച്ചത് ഞാൻ നേരത്തെ. അപ്പൊ എന്താ, അഡീഷണൽ, ഇറ്റ് ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് കോസ്റ്റ് മാത്രമേ വരുള്ളൂ? 7 റുപ്പീസ് അല്ലെ? അപ്പോ 1207 രൂപ. അപ്പൊ അഡീഷണൽ ടു പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ് വന്നിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, മാർജിനൽ കോസ്റ്റ് എന്ന് പറയാ. അപ്പൊ നോക്കിയേ, ദസ് മാർജിനൽ കോസ്റ്റ് ഈസ് ദി എമൗണ്ട് പെയ്ഡ് ബൈ വിച്ച് ടോട്ടൽ കോസ്റ്റ് 1200 എന്നുള്ളത് 1207 ആയിട്ട് ചേഞ്ച് ആയി when there is a change in output by 1 unit. 101 ആയിപ്പോ. ഓക്കെ, അപ്പൊ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് വരുന്നത് ഈ പറയുന്ന വാരിയബിൾ കോസ്റ്റിലൂടെ മാത്രമാണ്. അപ്പൊ അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണ്ടോ. അപ്പൊ അഡീഷണൽ ടു 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ കോസ്റ്റ് 7 രൂപ, ഇതിനാണ് പറയാ മാർജിനൽ കോസ്റ്റ്, അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ചേഞ്ചിങ് ഓൺലി വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ട്സ്. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ചേഞ്ചിങ് ഓൺലി വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ട്സ്. വാരിയബിൾ കോസ്റ്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. സോ ആ ഒരു ടെക്നിക്കിനാണ്, ആ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ എന്താ പറയാ, മാർജിനൽ കോസ്റ്റിംഗ്. ക്ലിയർ? So that's a simple introduction to marginal costing. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർജിനൽ കോസ്റ്റിംഗ് വെച്ചിട്ട്, ഈ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് പല ഡിസിഷൻസും എടുക്കാം. ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇത്ര പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, ഒരു 20,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രത്തോളം സെയിൽസ് നടത്തണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെ, ഏതൊക്കെയാണ് ഇതിന്റെ ഇക്വേഷൻസ്? അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, ദെൻ പ്രോഫിറ്റ്, സെയിൽസ്. ഈ 4 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിന്റെ ഇക്വേഷൻസ് പഠിക്കാൻ പോകുന്നത്. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസിഷൻസും, എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻസിലോട്ട് പോവാം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? കോസ്റ്റ് ഡീറ്റെയിൽസ്, എത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്, ഈ ഡീറ്റെയിൽസ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്, വാരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്, ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ഇതിന്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് സെയിൽസ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു
ഈ ഒരു എലമെന്റ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ് നിന്നാണ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു ആ 4 എലമെന്റ്സ്. നമ്പർ 1 ഫിക്സഡ് കോസ്റ്റ്, നമ്പർ 2 വാരിയബിൾ കോസ്റ്റ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലാസ്റ്റ് വൺ സെയിൽസ്. ഈ 4 ഐറ്റംസ്. ഓക്കെ, സോ ഇവിടെ ഫിക്സഡ്, വാരിയബിൾ, പ്രോഫിറ്റ്, സെയിൽസ്, ഇതിൽ നിന്നാണ് ഈ പറയുന്ന മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത്. സോ ഈ സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചു. അപ്പോ എന്താണ് കിട്ടുക? അതിനെന്താണ് പറയാ? നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ 4 എലമെന്റ്സില് സെയിൽസ്, ദെൻ ഇത് വാരിയബിൾ കോസ്റ്റ്, ബാക്കി 2 ഐറ്റംസ് ഇവിടെ റിമൈനിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. സോ സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ബാക്കി 2 ഐറ്റംസ് ആണ് വരുന്നത്, ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. ഇതിനെ രണ്ടിനും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കില് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഗ്രോസ് മാർജിനെയാണ് അല്ലെങ്കിൽ മാർജിനൽ പ്രോഫിറ്റിനെയാണ് നമുക്ക് പറയാം ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ പ്രോഫിറ്റ്, ബട്ട് ഇതിനാണ് പറയാ കോൺട്രിബ്യൂഷൻ. ഇത് മാർജിനൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിലെ മാർജിനൽ പ്രോഫിറ്റിനെയാണ് അല്ലെങ്കിൽ എന്താണ് ഗ്രോസ് മാർജിനെയാണ് നമ്മൾ എന്ത് പറയാ കോൺട്രിബ്യൂഷൻ. സോ ഈ കോൺട്രിബ്യൂഷനിലെ പ്രോഫിറ്റ് മാത്രമല്ല ഫിക്സഡ് കോസ്റ്റും കൂടിയും ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ഇൻ നേച്ചർ. അപ്പൊ ഗ്രോസ് മാർജിൻ എന്ന് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കില് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഇത് രണ്ടിനും കൂടി കൂട്ടിയിട്ട് പറയുന്ന പേരാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ഗ്രോസ് മാർജിൻ, മാർജിനൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചു. എന്താണ്? സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചു. ബാലൻസ് ഏതൊക്കെയാണുള്ളത്? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. അപ്പൊ ഇതിന് രണ്ടിനും കൂടിയിട്ട് ടോട്ടൽ ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ പറയാം? നമ്പർ 1 കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ക്ലിയർ ആണോ? എങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇനി സെക്കൻഡ് ഇക്വേഷൻ നേരത്തെ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും രണ്ടും കൂടിയിട്ട് അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയാ കോൺട്രിബ്യൂഷൻ എന്ന് പറയാ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇക്വേഷനായിട്ട് പറഞ്ഞൂടെ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലെ? ഫിക്സഡ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും കൂടിയിട്ട് പറയുന്ന പേരാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഗ്രോസ് മാർജിൻ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആയതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നു. അതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ കോസ്റ്റിംഗ് ടെക്നിക്കില്. സോ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനായി. ഇനി അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സ്ഥാപനത്തിന്റെ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ തിരിച്ചിട്ടാ മതിയില്ലേ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈ കോൺട്രിബ്യൂഷന്റെ ഉള്ളിലാണല്ലോ ഇത് രണ്ടും കൂടിയുള്ള. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഫിക്സഡ് കോസ്റ്റിനെ എടുത്തിട്ട് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തായി? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടി? ഫിക്സഡ് കോസ്റ്റ് കിട്ടി. ബിക്കോസ് കോൺട്രിബ്യൂഷനുള്ളിൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആണ്. അതിന് പ്രോഫിറ്റ് പോയാൽ എന്തായി? ഫിക്സഡ് കോസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ട് മാറ്റിയിരുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ? പ്രോഫിറ്റിന് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അടുത്ത ഇക്വേഷനായി. ഇത് 3, ഇത് 4. ക്ലിയർ? അപ്പൊ പ്രോഫിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഇനി വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ എന്താണ്? നേരത്തെ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. വാരിയബിൾ കോസ്റ്റിനെ ഇക്വേഷന്റെ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോഡക്റ്റിന്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസ് അല്ലെ? ഇതിന്റെ ബേസിലാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചു. അപ്പോ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടിയുള്ള ഒരു ഗ്രോസ് മാർജിൻ കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. ദെൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിലോ
കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതേപോലെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. ദെൻ വാരിയബിൾ കോസ്റ്റ് കാണണമെങ്കിൽ സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറയ്ക്കുക. അപ്പൊ ഈ ഒരു 4 ഐറ്റത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാണ് എന്ത്, മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. അപ്പൊ എന്തിനാണ് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഇതിന്റെ ബേസിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ, എന്തൊക്കെയാണ്, ബ്രേക്ക് ഇവൺ പോയിന്റ്, ബ്രേക്ക് ഇവൺ സെയിൽസ്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു 50,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് നടത്തണം, ഇങ്ങനെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് മാർജിൻ കോസ്റ്റ് ഇക്വേഷൻ. ഇനി ഇത് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് കൂടി നമുക്ക് കാണാം. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് നേരത്തെ പറഞ്ഞ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന 4 എലമെന്റ്സ് എന്തൊക്കെയാണ്, ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസ്. ഇതിൽ നിന്നാണ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു 4 ഐറ്റത്തിന്റെ ബേസിൽ നമുക്ക് അതിനെ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റാം, ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റാം, അതാണ് നമുക്ക് നെക്സ്റ്റ് അറിയാനുള്ളത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ ആ ഒരു കറക്റ്റ് വേയിൽ വരാം. ആദ്യം നമ്മൾ എന്തെടുക്കുന്നു, സെയിൽസ് എടുക്കുന്നു. അപ്പോൾ സെയിൽസിന്റെ എമൗണ്ട് എഴുതി, അതിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്താണ്, വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ്സ്. എന്താണ് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ്സ്. ഇതിനെയാണ് എന്ത് പറയാ, മാർജിനൽ കോസ്റ്റ്. അപ്പോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ്, അതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ മാർജിനൽ കോസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ ആണ് പറഞ്ഞത്. പ്രൈം കോസ്റ്റ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ് ആണ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ്. സോ സെയിൽസിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടണം എന്ന് പറഞ്ഞു നമ്മള്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ മാർജിനൽ പ്രോഫിറ്റ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എന്ത് കുറയ്ക്കുന്നു, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു. ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ഇൻ നേച്ചർ. ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു, ഫൈനലി പ്രോഫിറ്റ് കിട്ടുന്നു. സോ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കില് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോ കണ്ടത്. ക്ലിയർ ആണോ? ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺട്രിബ്യൂഷൻ ആണ് പല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എന്താ, ഇവൻ ദോ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്താലേ ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടുമോ. ബട്ട് നേരത്തെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അൺകൺട്രോളബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതുമ വല്ലാണ്ട് കളിച്ചിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് കോൺട്രിബ്യൂഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മളിപ്പോ ഇന്നത്തെ ഫസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗിന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു മാർജിനൽ കോസ്റ്റിംഗ്. എന്തുകൊണ്ട് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നു? ബിക്കോസ് ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ടെക്നിക്. അതിൽ ടോട്ടൽ കോസ്റ്റ് ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് റിയാലിറ്റി വരുമ്പോൾ അവിടെ ടോട്ടൽ കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്. സോ യു വാണ്ട് ടു കൺസിഡർ ഓൺലി വാരിയബിൾ കോസ്റ്റ്. അതിനെ പറയുന്ന പേരാണ് എന്ത്, മാർജിനൽ കോസ്റ്റ്. ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് മാർജിനൽ കോസ്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ദെൻ മാർജിനൽ കോസ്റ്റിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിനെ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ BP സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഇൻട്രോ വീഡിയോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതിനുള്ള ക്ലാരിറ്റി ഞാൻ പിറ്റേ ദിവസം തന്നെ തരുന്നതായിരിക്കും. ദെൻ അതുമാത്രമല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് വേണം. എല്ലാ ദിവസവും 12 മണിക്കായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.